തുടർച്ചയായ മൂന്നാം ദിവസവും ഗാസയിൽ ഹമാസിനെതിരെയുള്ള പ്രതിഷേധം തുടർന്ന പാലസ്തീനിയൻ ജനത. ഗാസയുടെ തെരുവുകൾ അർദ്ധരാത്രിയിലും ഹമാസിനെതിരെയുള്ള മുദ്രാവാക്യങ്ങളാൽ നിറയുകയാണ്. ആയിരങ്ങൾ അണിനിരക്കുന്ന പ്രതിഷേധ പ്രകടനങ്ങളാണ് ഗാസ മുനമ്പിലുടനീളം അരങ്ങേറുന്നത്. ഒരു ചെറിയ കൂട്ടമായി തുടങ്ങിയ പ്രകടനങ്ങൾ ഇപ്പോൾ ശക്തി പ്രാപിക്കുന്ന വലിയ മുന്നേറ്റങ്ങളായി രൂപപ്പെടുകയാണ്. തങ്ങൾക്കെതിരെ പ്രതിഷേധിക്കുന്നവരെ ഇസ്രായേലിന്റെ സഹകാരികളായി കണക്കാക്കുമെന്നാണ് ഹമാസ് ഭീകര നേതൃത്വം നൽകുന്ന മുന്നറിയിപ്പ്. ഇത്തരം പ്രകടനങ്ങളിൽ പങ്കെടുക്കരുതെന്ന് ജനങ്ങൾക്ക് ഹമാസ് മുന്നറിയിപ്പ് നൽകിയെങ്കിലും ഗാസയിലെ ഭൂരിഭാഗം വരുന്ന ജനങ്ങളും അത് കേട്ടമട്ടില്ല. ഓരോ മണിക്കൂർ കൂടുമ്പോഴും പ്രതിഷേധത്തിൽ പങ്കുചേരുന്ന ആളുകളുടെ എണ്ണവും ക്രമാതീതമായി വർദ്ധിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. വടക്കൻ ഗാസയിലെ ജബാലിയ, ബെയ്റ്റ് ലാഹിയ, മധ്യ ഗാസയിലെ ഗാസ സിറ്റി ഉൾപ്പെടെയുള്ള മറ്റു സ്ഥലങ്ങളിലും ചെറുതും വലുതുമായ നിരവധി പ്രതിഷേധ റാലികൾ നടക്കുകയാണ്. റാലികൾ അർദ്ധരാത്രിയിലും തുടരുന്നു. ബാറ ബാറ ബാറ, ഹമാസ് ടെറ്റ്ല ബാറ എന്നും ജസീറ ബാറ ബാറ എന്നും ആളുകൾ ആർത്തു വിളിക്കുന്നു. ഹമാസ് ഗാസയിൽ നിന്നും പുറത്തു കടക്കുക, മിഡിൽ ഈസ്റ്റേൺ മാധ്യമമായ അൽ ജസീറ പുറത്തു പോകുക, ഹമാസ് തീവ്രവാദികളാണ്, ഹമാസിനെ പുറത്താക്കാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നു, യുദ്ധം ഗാസയിൽ അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ടാണ് പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുന്നത്. അതേസമയം റാലികൾ നടക്കുമ്പോൾ മുഖംമൂടിധാരികളായ ഹമാസ് ഭീകരർ വഴികൾക്കിരുവശവും ജനങ്ങളെ നോക്കി നിൽക്കുന്ന ദൃശ്യങ്ങളും ഇതിനോടകം വൈറലായിട്ടുണ്ട്. ഹമാസ് അംഗങ്ങളിൽ നിന്ന് വധഭീഷണി ഉൾപ്പെടെയുള്ള ഭീഷണികൾ ലഭിച്ചതായും ഇത്തരം റാലികളിൽ പങ്കെടുക്കരുതെന്ന മുന്നറിയിപ്പ് ലഭിച്ചതായും ഗാസയിൽ നിന്നും ഹമാസിനെതിരെ പ്രതിഷേധ റാലിയിൽ പങ്കെടുത്ത നിരവധി ആളുകൾ തങ്ങളുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷക്കേന ന്യൂസ്.